മഡഗാസ്കറിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് നേരെ അരങ്ങേറിയത് ഭീകര അവഹേളനം. 2700 ബൈബിളുകൾ അഗ്നിക്കിരയാക്കി അക്രമികൾ. ഭരണകൂടത്തിനും പൊതുജനങ്ങൾക്കുമിടയിലെ സംഘർഷത്തെ തുടർന്നാണ് മഡഗാസ്കറിൽ പരിശുദ്ധ ബൈബിൾ കത്തിച്ചുകൊണ്ടുള്ള ആക്രമണം അരങ്ങേറുന്നത്. ആക്രമണത്തിൽ 2700 ബൈബിളുകൾ നശിപ്പിക്കപ്പെട്ടെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അക്രമികൾ സെപ്റ്റംബർ അവസാനത്തിൽ മഡഗാസ്കറിലെ ബൈബിൾ സൊസൈറ്റിയുടെ കെട്ടിടം കൊള്ളയടിക്കുകയും തീയിടുകയും ചെയ്തു. ഏകദേശം 2700 ബൈബിളുകൾ അഗ്നിക്കിരയാക്കുകയും കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ കൊള്ളയടിച്ചതായും ഫ്രഞ്ച് ബൈബിൾ അലയൻസ് അടുത്തിടെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വെളിപ്പെടുത്തി. ഏകദേശം 1,00,000 യൂറോയുടെ നാശനഷ്ടങ്ങൾ കണക്കാക്കപ്പെടുന്നു. 22 കമ്പ്യൂട്ടറുകൾ, 3 പ്രിന്ററുകൾ, ഒരു ക്യാമറ, ഒരു സെർവർ, ഒരു വീഡിയോ പ്രൊജക്ടർ എന്നിവ മോഷ്ടിക്കപ്പെട്ടു. കൂടാതെ കസേരകൾ, മേശകൾ, വിവിധ സാധനങ്ങൾ എന്നിവയും കൊള്ളയടിക്കപ്പെട്ടു. കവർച്ചയെ തുടർന്ന് അക്രമികൾ കെട്ടിടത്തിന് തീയിടുകയും ഏകദേശം 2700 ബൈബിളുകൾ നശിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ഗ്രന്ഥം അഗ്നിക്കിരയാക്കിയ ശേഷം അക്രമികൾ നിലത്ത് കൂട്ടിയിട്ട അങ്ങേയറ്റം അവഹേളനപരമായ ദൈവനിന്ദയ്ക്കാണ് മഡഗാസ്കർ വേദിയായത്. ഈ ദുഷ്കരമായ സമയത്ത് ബൈബിൾ സൊസൈറ്റിയോടുള്ള ഐക്യദാർഢ്യവും പിന്തുണയും ഫ്രഞ്ച് ബൈബിൾ അലയൻസ് പത്രക്കുറിപ്പിൽ പ്രകടിപ്പിച്ചു. രാജ്യമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് കഴിയുന്നത്ര പരിശുദ്ധ ബൈബിൾ ലഭ്യമാക്കുക എന്നതാണ് ബൈബിൾ സൊസൈറ്റി എന്ന സംഘടനയുടെ പ്രാഥമിക ദൗത്യം. ജെൻസി ആഹ്വാനപ്രകാരം സെപ്റ്റംബർ 25 വ്യാഴാഴ്ച മഡഗാസ്കറിന്റെ തലസ്ഥാനമായ ആന്റാനാരിവോയിൽ നടന്ന ഒരു പ്രകടനമാണ് സംഘർഷങ്ങളുടെ തുടക്കം. ആഴ്ചകളോളം നീണ്ടുനിന്ന അശാന്തിയിൽ പ്രകടനക്കാർക്കെതിരായ പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിച്ചു. ഈ സംഘർഷങ്ങൾ വഴിതെളിച്ചത് ക്രൈസ്തവർ അതിവിശുദ്ധമായി കരുതുന്ന തിരുവെഴുത്തുകളുടെ മേൽ അരങ്ങേറിയ അവഹേളനത്തിലേക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.